ഫോർ ദി നെക്സ്റ്റ് 24 hours ഞാൻ ഈ ഒരു മുറിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോണേ. അതും വിത്തൗട്ട് ഇൻ്റർനെറ്റ്, നോ ഫോൺ ഓർ എനി ഇൻട്രാക്ഷൻസ്, ജസ്റ്റ് മീ ആൻഡ് ദ റൂം. നിങ്ങൾ പലരും ഇതുപോലത്തെ ചലഞ്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല. അതായത് വൈറ്റ് റൂം ടോർച്ചർ എന്ന് പറഞ്ഞിട്ട് കുറേ ഫോറിൻ ക്രിയേറ്റേഴ്സ് ഇതുപോലത്തെ ചലഞ്ചസ് നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ചലഞ്ച് ഓൾമോസ്റ്റ് സിമിലർ ടു വൈറ്റ് റൂം ടോർച്ചർ. ഈ ഒരു റൂമിൽ കുറച്ച് കളേഴ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം സിമിലർ ടു വൈറ്റ് റൂം ടോർച്ചർ. നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ കുറച്ച് റൂൾസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഈ 2 വിൻഡോസും ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. രണ്ടാമത്തെയാണ് നിങ്ങൾ ഈ കാണുന്ന അലമാരിയും പിന്നെ ഈ ഒരു സൈഡ് ടേബിളും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൺലി 1 റൂം, 24 hours, 0 ഡിസ്ട്രാക്ഷൻ ഗൈസ്. ഇപ്പൊ ടൈം ഏകദേശം ഒരു 10:30 മണി കഴിഞ്ഞിട്ടുണ്ട്. 10:30 ആയപ്പോഴാണ് ഞാൻ ഈ മുറിയിലേക്ക് കയറിയത്. പിന്നെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന വേറൊരു ഡൗട്ട് ആയിരിക്കും, ഫുഡും കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് അല്ലേ. ഫുഡും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം റെഡി ആയി കഴിയുമ്പോഴേക്കും അമ്മ ഇവിടെ വരും, ഡോറിൽ നോക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഫുഡ് മേടിച്ച് ഇവിടുന്ന് തന്നെ കഴിക്കണം, പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മുറിയിൽ ഈ 24 മണിക്കൂറും എങ്ങനെയെങ്കിലും സ്പെൻഡ് ചെയ്യണം. പിന്നെ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളതാണ്. നമ്മളങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. വെറുതെ ഇരുന്ന സമയം പോകുകയില്ല, അത് വേറെ കാര്യം. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മണി വരെ എങ്ങനെയെങ്കിലും തള്ളി നീക്കിയേ പറ്റുള്ളൂ. കാരണം ആ ഒരു ടൈം ആകുമ്പോഴേ ചോറ് കിട്ടുള്ളൂ. ആകെയുള്ള എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റുബിക്സ് ക്യൂബ് ആണ്. ചലഞ്ച് തുടങ്ങി ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഈ റുബിക്സ് ക്യൂബിൻ്റെ പുറകെയായിരുന്നു. നേരത്തെ പഠിച്ച ഫോർമുലയൊക്കെ മറന്നു പോയതുകൊണ്ട് അത് വീണ്ടും റിവൈൻഡ് ചെയ്തെടുത്ത് ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അതും പതുക്കെ ബോറടിച്ച് തുടങ്ങി. പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയം കളയലായി. കുറച്ചു നേരം ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഒരു 1-1.5 ആയിട്ടുണ്ടാവും. ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. ഇതുവരെ അമ്മ നോക്കി ചെയ്തിട്ടില്ല. സമയം ഏകദേശം 1-1.5 എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് കണക്കൂട്ടിലൊക്കെ ചെറുതായിട്ടൊന്നും തെറ്റി. റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഏകദേശം 12:30 മണിയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സംഭവം അറിയാതെ ഞാൻ വീണ്ടും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതും ഇതുമൊക്കെ ചെയ്ത് സമയം കളയാനായിട്ടും തുടങ്ങി. ഞാൻ ലാസ്റ്റ് ടൈം ഇതുപോലെ റൂമിൽ സ്പെൻഡ് ചെയ്യണത് കൊറോണ ടൈമിലെങ്ങാണ്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഇതുപോലെ റൂമിൽ ഇരുന്നിട്ടില്ല. എസ്പെഷ്യലി ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണില്ല മെയിനായിട്ട്. അങ്ങനെ കുറേ നേരം ചത്തുകുത്തി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു മാജിക്കൽ സൗണ്ട് കേൾക്കണത്. ഫുഡ് എത്തിയെന്നുള്ളതിൻ്റെ സിഗ്നലാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അതിൻ്റെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇരുന്ന് ഫുഡ് കഴിക്കാനാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും 2 ദിവസം പട്ടിണി കിടന്നിട്ട് കഴിക്കണ പോലെ. ശരിക്കും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. വിശന്ന് പൊരിഞ്ഞിരിക്കണേ എന്നിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തത്. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ കവർ ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 hours കംപ്ലീറ്റ് ചെയ്ത പോലെ ഉണ്ട്. സമയം അനങ്ങാതെ നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. വൈകിട്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇന്നത്തെ ദിവസത്തെ 3ാമത്തെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് എത്ര മണിയായെന്ന് ആർക്കറിയാം. വല്ല 4-5 മണിയെങ്കിലും ആയി കാണും. ഒരു ഐഡിയ ഇല്ല. ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ ഷൂട്ടിൻ്റെ ഇടക്ക് കിടന്നുറങ്ങി. ആദ്യത്തെ കുറച്ച് ഹവേഴ്സൊക്കെ പാസ് ചെയ്യാനായിട്ട് ഈ റുബിക്സ് ക്യൂബ് ഹെൽപ്പ് ചെയ്തെങ്കിലും പിന്നീട് വന്ന് ഈ ഒരു റുബിക്സ് ക്യൂബ് എൻ്റെ ഏറ്റവും വലിയൊരു എനിമി ആയിട്ട് മാറി. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എന്നെ ഹിറ്റ് ചെയ്തു. ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് എക്സർസൈസ് ചെയ്യണം. എൻ്റെ ഒരു ഉദ്ദേശത്തിൽ എനിക്ക് തോന്നുന്ന ഒരു 7 മണിയെങ്കിലും ആയി കാണണം. കുറച്ച് വർക്കൗട്ട് ചെയ്യാം നമുക്കപ്പോൾ. കുറച്ച് ടൈം അങ്ങനെ പോയി കിട്ടുമല്ലോ. ടൈം ലാപ്സ് എഗെയിൻ. അങ്ങനെ ഒരു ചെറിയ വർക്കൗട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അതെ സ്വെറ്റായിട്ടിരിക്കണം, വേർതിരിക്കണാണ്. ഇനിയിപ്പോൾ പോയി കുളിക്കണം. ഇനിയിപ്പോൾ കുറച്ച് ഹവേഴ്സും കൂടിയേ ഉള്ളൂ. നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോഴേക്കും 10:30 ആക്കണം. 10:30 വരെയാണ് നമുക്ക് ടൈമുള്ളത്. നമ്മൾ ഇന്ന് രാവിലെ 10:30 സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ കുറച്ച് ഹവേഴ്സും കൂടി ഉള്ളൂ. ലെറ്റ്സ് ഗോ. ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് ടൈമും കൂടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ ഡെവലപ്പ് ചെയ്തു. അതായത് 1000 സ്റ്റെപ്സ് ഞാൻ നടക്കാനായിട്ട് ഡിസൈഡ് ചെയ്തു. ഈ ഒരു ടാസ്കും കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം നമുക്ക് കിടക്കാനായിട്ടുള്ള ടൈം ആവുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ 1000 സ്റ്റെപ്സ് നടക്കാനായിട്ട് ഡിസൈഡ് ചെയ്തത്. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങോട്ട് കൂടി.
1000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കൂടി പോയി കിട്ടി 1000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ പതുക്കെ കിടക്കാനായിട്ട് നോക്കാം. കുറച്ച് നേരത്തെ ആണെങ്കിലും കിടന്നുറങ്ങി കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോഴേക്കും ചാലഞ്ച് കംപ്ലീറ്റഡ് ഗൈസ്. എന്നാൽ പിന്നെ ഞാൻ ഉറങ്ങാനായിട്ട് പോകണം കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഹോപ്പ്ഫുള്ളി ഒരു 10:30 ആകുമ്പോഴേക്കും എഴുന്നേൽക്കാനാണ് എൻ്റെ പ്ലാൻ. The next day.